ശ്രീ പി കെ കോമൻ, ഇവിടെ അടൂർ പ്രകാശ് പോറ്റിയ ചിത്രം വന്നു ഇന്നലെയല്ല, സോണിയാഗാന്ധിയുമായി ഉള്ള ചിത്രം വന്നതും ഇന്നലെയല്ല, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു SIT എന്ന വാർത്ത വന്നതും ഇന്നലെയല്ല. ഇന്നലെ UDFന്റെ പുതുയുഗ യാത്ര തുടങ്ങുന്നു. ആ ദിവസം തന്നെ KC വേണുഗോപാലിനെ ഉന്നമിട്ട് മുഖ്യമന്ത്രി ആഞ്ഞടിക്കുന്നു. രണ്ടാം ദിവസം UDF കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ആ ടൈമിംഗ് ഇതിലൊരു രാഷ്ട്രീയ ഇടപെടലാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ ശ്രീ പി കെ കോമൻ? അല്ല, അങ്ങനെ കുറ്റം പറയുകയാണെങ്കിൽ ആരെയാ കുറ്റം പറയേണ്ടത്? ഗവൺമെൻറ്റിനെയാണോ? അത് വളരെ കൃത്യമായി ബഹുമാന്യ ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമില്ലേ. നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നു. അത് കേരളീയ ജനതയ്ക്കുള്ള, മറ്റുള്ള ആക്ഷേപങ്ങളൊന്നും അവർ പരിഗണിക്കില്ല. പക്ഷെ കേരളീയ സമൂഹത്തിന് അത്ര ആശങ്ക ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ വേണ്ടി ബഹുമാന്യ ഹൈക്കോടതി അതിൽ ക്ലാരിറ്റി വരുത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലുമാണ് SIT പ്രവർത്തിക്കുന്നത്, ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട്, ജാമ്യം എടുത്തു പോയി എന്ന് വിചാരിച്ച് പേടിക്കേണ്ടതില്ല, അത് അവർ തെളിവ് കണ്ടെത്താനുള്ള നല്ല പരിശ്രമത്തിലാണ്, തെളിവിൻ്റെ അഭാവത്താൽ ജാമ്യം കിട്ടി പോകുന്നതിനേക്കാൾ നല്ലതാണ് അല്പം താമസിച്ചായാലും തെളിവുകൾ നിരത്തി അറസ്റ്റ് ചെയ്യുന്നത് എന്നത് ബഹുമാന്യ ഹൈക്കോടതി വ്യക്തമാക്കിയതോടുകൂടി ഈ പറയുന്നതെല്ലാം ഇപ്പോൾ ജാഥ തുടങ്ങുന്നതിന് ഹൈക്കോടതിയായിട്ട് എന്തോ അതിന് ബന്ധം? ജാഥ തുടങ്ങുന്നതോ തുടരുന്നതോ KC വേണുഗോപാലോ മറ്റേതെങ്കിലും ഗോപാലന്മാരോ ഇതൊന്നും അതിനൊരു പ്രശ്നമല്ല. അത്രമാത്രം കോടതിക്ക് അതിൻ്റെ കാര്യമില്ല. രാഷ്ട്രീയ പശ്ചാത്തലമോ മറ്റ് പ്രചാരണ കാര്യങ്ങളോ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീ അജിംസെ, ശ്രീ അടൂർ പ്രകാശ് ഇന്ന് നടത്തിയ പ്രതികരണത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ എന്തെല്ലാം കഴിയും കേരളീയ സമൂഹത്തിന്? മാധ്യമപ്രവർത്തന നിരത്തിൽ അങ്ങ് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഭരണം കയ്യിൽ കിട്ടിയില്ല, 3 മാസം കഴിയുമ്പോൾ കിട്ടിയാൽ 4ാം തൂണെന്ന് ഇവിടെ വിശേഷിപ്പിച്ച, സിംഗിൾ ഇൻവെർട്ടർ കോമ 4ാം തൂണെന്ന് വിശേഷിപ്പിച്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഭരണം കിട്ടിയാൽ, കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെ വരട്ടിയാൽ, കിട്ടിയാൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് ഒളിക്കാനുണ്ടോ ഒളിക്കാനില്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ 4ാം തൂണിനോടുള്ള ഒരു ഭീഷണി കണ്ടോ? അധികാരം കിട്ടാൻ പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ഭീഷണി കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മനോരമയ്ക്കെതിരായിട്ട് എന്തെല്ലാം ചെയ്യണമായിരുന്നു സർ? ഒരു ദിവസം 10 വാർത്തയുണ്ടെങ്കിൽ 9.5 വാർത്തയും CPM-നെതിരായും LDF-നെതിരായും ശരിയും തെറ്റും അർത്ഥസത്യങ്ങളും എല്ലാം കൂടി ചേർത്ത് ഒരു പാർട്ടിക്കെതിരായി, ഒരു ഗവൺമെൻറ്റിനെതിരായി എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ ഞങ്ങൾ വരട്ടുന്നുണ്ടോ? അവർ പറയുന്ന വിമർശനത്തിന് ഞങ്ങൾ മറുപടി പറയുന്നു. അവർ പറയുന്ന കുറ്റപ്പെടുത്തലിന് ഞങ്ങൾക്ക് ന്യായീകരണം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രതികരിക്കുന്നു. അതിനപ്പുറത്തേക്ക് വേറെന്താ ഞങ്ങൾ ചെയ്യുന്നത്? എന്തൊരു വിരട്ടലാണ് നടത്തിയത് ഒരു ചാനൽ, എന്നിട്ട് ആ ചാനലിനെ ആക്ഷേപിക്കുകയാണ്, വ്യക്തിപരമായി അവരെ ആക്ഷേപിക്കുന്നു, അതിൻ്റെ സ്വഭാവത്തെ ആക്ഷേപിക്കുന്നു. അതൊക്കെ ചാനലുകൾ തമ്മിലുള്ള മത്സരവും അല്ലെങ്കിൽ അതിനകത്ത് സാമ്പത്തിക കേന്ദ്രങ്ങളും അതൊക്കെ ഇരിക്കട്ടെ, അതൊന്നൊക്കെ അവരവരുടെ കാര്യങ്ങളാണ്. പക്ഷേ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ വിരട്ടാൻ പരിശ്രമിക്കുക, പച്ചയായിട്ട് വിരട്ടുകയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത് 2019 ഞാൻ പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോൾ എന്നെ ഒരു ചടങ്ങിന് ക്ഷണിക്കാൻ അദ്ദേഹം വന്നു, യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്. ഇതാണല്ലോ അദ്ദേഹം പറഞ്ഞത് 2019. ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്, എനിക്കറിയത്തില്ലായിരുന്നു പോറ്റിയെ. പക്ഷേ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നെ അന്നദാനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് പിന്നെ വന്ന് ക്ഷണിച്ചു. അന്നദാനം എന്നാ ശ്രീ അജിംസെ? 2016. അപ്പം ഇവിടെ അടൂർ പ്രകാശ് പറഞ്ഞതെന്നാ 2019 യാദൃശ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം പറഞ്ഞ് എന്തെല്ലാം അപകടത്തിൽപ്പെട്ടു. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, ഈ അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും ഗോവർദ്ധനും ഭണ്ഡാരിയും എല്ലാം കൂടെ സോണിയാഗാന്ധിയുടെ കണ്ട ഡേറ്റ് എന്താണെന്ന് ആൻഡോ ആൻ്റണി പറയുന്ന പത്രസമ്മേളനത്തിൽ അങ്ങ് നോക്കിയട്ടെ, അത് 2013. അപ്പോൾ സോണിയാഗാന്ധിയെ ഇവർ കണ്ടത് 2013 എന്ന് ആൻഡോ ആൻ്റണി പറയുന്നു. 2019 യാദൃശ്യമായി കണ്ടെന്ന് അടൂർ പ്രകാശ് പറയുന്നു. 2016 നടന്ന ചടങ്ങിലേക്ക് 2019 ശേഷമാണ് എന്നെ ക്ഷണിച്ചതെന്നും പറയുന്നു. ഇത്തരം വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപാദനത്തിൽ പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എന്തിനാണ് ക്ഷണിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേറെ ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്, ചാരിറ്റി പ്രവർത്തനമുള്ള ആളാണ് അദ്ദേഹം. എന്ത് ചാരിറ്റി പ്രവർത്തനമാണ് അത് നിങ്ങളോട് പറയത്തില്ല. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇവർ ചോദിച്ചോ പറയുക, അത് ഞാൻ നിങ്ങളോട് പറയത്തില്ല. അതെ, അത് പറയുന്നുണ്ട്. കടകംപള്ളി പറഞ്ഞല്ലോ കാര്യം, കടകംപള്ളി പറഞ്ഞല്ലോ, കടകംപള്ളി അത് പറഞ്ഞല്ലോ, കടകംപള്ളി വീട് വെച്ച് കൊടുക്കുന്ന കാര്യം കടകംപള്ളി പറഞ്ഞല്ലോ. ഇനി മുണ്ടിട്ടതിൻ്റെ കാര്യം ശ്രീ അജിംസെ, നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കേ, അടൂർ പ്രകാശ് ഏത് വാഹനത്തിലാണ് വന്നേ? അദ്ദേഹം സ്ഥിരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന MP എന്നുള്ള ഇന്നോവ കാറ് മാറ്റിയിട്ട് ഒരു ചുവന്ന കാറിലാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് വന്നത്. ഇവിടെ തലയിൽ മുണ്ടിട്ടു എന്നുള്ളതിൻ്റെ കഥ പറഞ്ഞല്ലോ. അപ്പോൾ ചോദ്യം ചെയ്യലിന് സ്വന്തം ഐഡൻറ്റിറ്റി മാറ്റി വെച്ചിട്ടാണ് അദ്ദേഹം വന്നത്. ഇത്
അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താ എന്നുള്ളത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചതിലെല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു പടത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ചോദ്യം ചെയ്യുന്നത്. പടത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നേരത്തെ ചോദ്യം ചെയ്യാം. അപ്പോൾ SITയെ സംബന്ധിച്ച് ജാഥ നോക്കിയിട്ടല്ല അവർ ചെയ്യുന്നത്, അവർക്ക് ആവശ്യമായ തെളിവുകൾ കണ്ടെത്തിയിട്ട് MP പോലുള്ള ഒരാളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബല പടത്തിന്റെ അടിസ്ഥാനത്തിലല്ല അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അജിംസെ അറിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത്? അജിംസെ പടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. പടം വന്ന് 1-2 ദിവസം കഴിഞ്ഞ് ചോദ്യം ചെയ്യണ്ടേ? പേര് മാറിപ്പോന്നു. ഹാഷ്മി. സോറി, ക്ഷമിക്കണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം പറഞ്ഞു. അങ്ങ് അന്നേരം ഇടപെട്ടെങ്കിൽ ഞാൻ തിരുത്തി. ഇങ്ങനെ മാറി വരുന്നുണ്ട്. നമ്മുടെ ചോദ്യം നേരത്തെ പറഞ്ഞു ചേർത്ത് പറയാമോ? അതായത് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന അതീവ രഹസ്യം, PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്ന അതീവ രഹസ്യം, അജികുമാറിനെ ചോദ്യം ചെയ്യുന്ന അതീവ രഹസ്യം, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് 1 മാസം മുന്നേ മാധ്യമങ്ങൾ അറിയുന്നു, കൃത്യമായി പ്രകാശ് എത്തുന്നത് അറിയുന്നു, പ്രകാശിനെ ചോദ്യം ചെയ്തതിനു ശേഷം ഇറങ്ങി വരുന്നത് കൃത്യമായി വിഷ്വൽ കിട്ടുന്നു. അതിനകത്തൊക്കെ ഈ ടൈമിംഗ് പറയുന്നവർ എന്തോ ഒരു പ്രശ്നമില്ലേ CPK ഗോവൻ? ഇല്ല ഹാഷ്മി, നിങ്ങൾ പത്രക്കാരാണ് അത് പറയേണ്ടത്. കടകംപള്ളിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നോ കടകംപള്ളിയിൽ നിന്ന് മൊഴിയെടുക്കലായിരുന്നോ? ചോദ്യം ചെയ്യലായിരുന്നു. ഈ വ്യത്യാസമുണ്ട്. കടകംപള്ളിയെ ചോദ്യം ചെയ്താണോ കടകംപള്ളി ചോദ്യം ചെയ്യലായിരുന്നു. കടകംപള്ളിയിൽ വിവരങ്ങൾ അവർക്ക് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ ഇതേ പ്രോസസ് തന്നെ, ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുക, ചോദ്യം ചെയ്യുക, അതന്നെ മൊഴിയെടുപ്പോ ചോദ്യം ചെയ്യലോ. ഞാൻ പറയട്ടെ, അല്ല അതിന് ഞാനൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ പറയാം അതിന്. അതായത് കടകംപള്ളിയിൽ നിന്ന് അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ കൊടുത്ത വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ചില ക്ലാരിറ്റി വരുത്തണമായിരുന്നു. മൊഴിയെടുക്കൽ ആണ് നടന്നത്. കടകംപള്ളിക്ക് എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യുന്നു, അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ചോദ്യം ചെയ്ത ദിവസം കൂടിയാണ്. അടൂർ പ്രകാശിനെയും ചോദ്യം. ഈ 2 മൊഴികളുടെ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യലാണ്. ഇനി മാധ്യമങ്ങളാണ് ഈ വാർത്ത കൊടുത്തത്. കടകംപള്ളിയെ സംബന്ധിച്ച് അവർക്ക് വാർത്ത കിട്ടാതെ പോയത് എന്താണെന്ന് എനിക്കെങ്ങനെ പറയാം? അടൂർ പ്രകാശ് പരസ്യമായിട്ട് അതിനുശേഷം നമുക്ക് വാർത്ത കിട്ടുന്നത് SIT സോഴ്സിൽ നിന്ന് തന്നെയാണ്. SIT പറയാൻ നമുക്ക് തന്നെയാണ് വാർത്ത കിട്ടുക. SIT സോഴ്സിൽ തന്നെയാണ് വാർത്ത കിട്ടുക. അപ്പോൾ കടകംപള്ളിയും പ്രശാന്തിനെയും ചോദ്യം ചെയ്യുന്ന വാർത്ത പുറത്തേക്ക് വരണമെന്ന് തീരുമാനിക്കുന്ന SIT ആണ്. അടൂർ പ്രകാശ് നോട്ടീസ് കൊടുക്കുന്ന കാര്യം ഒരു മാസം SIT ആണ്. ഹൈക്കോടതി അല്ല, അതിലൊരു കാരണമുണ്ട്. ഹൈക്കോടതി മാധ്യമങ്ങളെ ഒന്ന് ചെറുതായിട്ട് കൈകാര്യം ചെയ്തായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ്. ഈ SITക്ക് കൂടെയുള്ള ഒരു മറുപടി ആയിരിക്കും അത് ഹൈക്കോടതി കൊടുത്തത്. കാരണം ഹൈക്കോടതി മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നത് ശ്രദ്ധിച്ചു വേണമെന്നും നല്ല താക്കീത് മാധ്യമങ്ങൾക്കും ഹൈക്കോടതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SIT കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും കൂടി അതിനകത്ത് സൂചന വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് അടൂർ പ്രകാശ് പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടല്ലോ. ഇത് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഇരിക്കട്ടെ, അടൂർ പ്രകാശ് ഇറങ്ങി മാധ്യമങ്ങൾക്ക് വിശദീകരണം കൊടുത്തല്ലോ. അപ്പോൾ പിന്നെ അത് രഹസ്യമായ ഒരു കാര്യമല്ലല്ലോ. വിശദീകരണം കൊടുത്തപ്പോഴാണല്ലോ അദ്ദേഹം ഈ അപകടങ്ങളെല്ലാം, വൈരുദ്ധ്യാത്മകമായ അപകടങ്ങളെല്ലാം വിളിച്ചു പറയേണ്ടി വന്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.